ജയകുമാർ പറയുന്നത് അദ്ദേഹത്തിന് അവിടെ ശമ്പളം ഒന്നും പറ്റുന്നില്ല ദേവസ്വം ബോർഡിൽ നിന്ന്. അദ്ദേഹം IMGയിൽ മാത്രമാണ് ശമ്പളം പറ്റുന്നത്. പക്ഷെ താൽക്കാലികമായിട്ട് അദ്ദേഹം അത് ഒഴിയുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. അല്ല, അദ്ദേഹം ഒഴിയുന്നതെല്ലാം ഭാവിയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴദ്ദേഹം ആരാണ്? ഗവൺമെന്റ് സർവന്റുമാണ്, ദേവസ്വം ബോർഡിന്റെ മെമ്പറും അതിന്റെ പ്രസിഡന്റുമാണ് 15-ാം തീയതി മുതൽ. അത് പറ്റില്ലെന്നാണ് എന്റെ കേസ്. അദ്ദേഹം ശമ്പളം പറ്റുമോ പറ്റാതിരിക്കും. ദേവസ്വം ബോർഡിന് ശമ്പളമൊന്നുമില്ല, സാലറി ഇല്ല. അലവൻസസും അദ്ദേഹത്തിന്റെ TA-യും മറ്റ് ബോർഡ് അനുവദിച്ചിരിക്കുന്ന ചട്ടപ്രകാരമുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. IMGയിൽ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളവും പദവിയും മറ്റ് സൗകര്യങ്ങളും ഗവൺമെന്റ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് P&RD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പൊ അദ്ദേഹം നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് IMGയിൽ നിന്ന് രാജിവെച്ചാൽ അതിനുശേഷം അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മെമ്പറോ ആവുന്നതിന് അയോഗ്യത മാറിക്കിട്ടും. ഇന്നത്തെ ദിവസം അദ്ദേഹം അയോഗ്യനാണെന്ന് എനിക്ക് കേസുള്ളൂ. അദ്ദേഹം പറഞ്ഞത് സർക്കാരാണ് തന്നെ നിയമിച്ചത്, സർക്കാരാണ് മറുപടി പറയേണ്ടത്, താനല്ല മറുപടി പറയേണ്ടതെന്നാണ് ജയകുമാർ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് അദ്ദേഹം എന്ന് പറഞ്ഞാൽ, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് താങ്കൾക്ക് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. മാത്രമല്ല, ഒരു തീരുമാനമെടുത്തത് ഈ അന്നദാനം വിശദീകരിച്ചതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? ഞാൻ ഹർജിയൊന്നും വായിച്ചിട്ടില്ല. ഇതൊന്നും ദേവസ്വം ബോർഡ് ഒരു മാനുവലിന്റെ അടിസ്ഥാനത്തിലും ചില കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത്. നമുക്ക് ചില ഫൈനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്, കോടതിയുടെ നിരീക്ഷണമുണ്ട്. അപ്പോൾ കോടതി ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബോർഡ് അതിന് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അതിന് നിയമപരമായി ചോദ്യം ചെയ്യുന്നതിൻ്റെ യുക്തി ഒക്കെ മാത്രമല്ല, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു നിരീക്ഷണത്തിലാണല്ലോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മരാമത്ത് പണികൾക്ക് 20 ലക്ഷത്തിന് മേലുള്ളത് കോടതിയിൽ പോയി അനുവാദം വാങ്ങിക്കണം. അന്നദാനത്തിന്റെ കാര്യത്തിൽ അന്നദാനത്തിൽ ഇന്നിപ്പോൾ നമ്മൾ എടുത്ത ഒരു തീരുമാനം എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളതിന്റെ അന്തിമ തീരുമാനം ആണ് ഇന്നത്തെ ബോർഡിലെ ആദ്യത്തെ തീരുമാനം. അത് ബോർഡ് അതിന്റെ തീരുമാനം എടുക്കുന്നു. ഓരോരുത്തർ ആരെങ്കിലും കൊണ്ട് ഇപ്പോൾ കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയുന്നത് ശരിയല്ല. ശമ്പളം വാങ്ങാതാണെങ്കിൽ, ഞാൻ സമ്പന്നനാണെങ്കിൽ എനിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ശമ്പളം വാങ്ങാതെയും അല്ലെങ്കിൽ അലവൻസ് വാങ്ങാതെയും തുടരാം, ഇല്ലേ? അത് ശമ്പളം വാങ്ങുന്നില്ലെന്നുള്ളത് ഒരു ജോലിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ല. ഞാനൊരു അതിസമ്പന്നനാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടുത്തെ ശമ്പളമൊന്നും വേണ്ട എന്ന് പറയാം. തടസ്സമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, ഏതായാലും നിയമപ്രശ്നമായിരിക്കില്ലേ അത്. അവിടെ വെച്ച് കാണാം. നമുക്ക് ഗവൺമെന്റാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. എല്ലാത്തിനും കർമ്മസാക്ഷിയായിട്ട് ശബരിമലയിൽ അയ്യപ്പൻ ഇരിക്കുകയല്ലേ. അദ്ദേഹത്തിന് ഹിതകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ അവിടുന്ന് സംരക്ഷണവും ഉണ്ടാവും. ആ ധൈര്യത്തിലല്ലേ ഞാൻ ജീവിക്കുന്നത്.